നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് ഇടും. നമ്മുടെ മുളക് ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ബടലിട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ. നമ്മുടെ മുളക് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതൊന്ന് ക്രഷ്ഡാക്കിക്കൊണ്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. മുളക് ഇങ്ങനെ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ വെള്ളം ഇവിടെ ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിടിയിട്ടില്ലല്ലേ. ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് വിനിഗർ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടിയ. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇടുക കേട്ടോ. വളരെ പെട്ടെന്ന് ഇച്ചിരി കായപ്പൊടി, നമ്മളെ കായപ്പൊടി ഇടുകയാണ് കേട്ടോ. കൂടുതലാവാതെ നോക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. വെള്ളം ഇങ്ങനെ നല്ല തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മുളക് പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ ചൂടായി കിടക്കുകയാണ്. വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യണം? തീ അങ്ങ് ഓഫാക്കി കൊടുക്കണം. നല്ല തിളയ്ക്കുന്നുണ്ടല്ലേ നിങ്ങൾ. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ കഥാപാത്രമായ ശീമനെല്ലിക്കയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളിന്ന് ശീമനെല്ലിക്ക ഉപ്പിലിടുകയാണ് കേട്ടോ. എന്താ നിങ്ങൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ കയ്യിൽ കുറേ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ഉണ്ട് കേട്ടോ. ചീമനെല്ലിക്ക ഇങ്ങനെ തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുക. കാരണം പ്ലാസ്റ്റിക്കിനകത്തൊന്നും ഇടരുത്. നമ്മളിങ്ങനെ കുപ്പി പന്നിയിലോട്ട് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്നിങ്ങനെ കരണ്ടി വെച്ച് കോരി നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഓൾ.